നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഈ അടുത്തിടെയായിട്ട് ധാരാളം കേൾക്കുന്ന ഒരു പ്രശ്നമാണ് വീഡിയോസിൻ്റെ വ്യൂസ് വിചാരിക്കുന്ന രീതിയിൽ വരുന്നില്ല എന്ന് ധാരാളം പേര് പറയുന്നുണ്ട്. കമൻസിൽ കൂടെയൊക്കെ ഇവർക്ക് ആദ്യം നല്ല നല്ല രീതിയിൽ വീഡിയോസിനൊക്കെ വളരെയധികം വ്യൂസ് വന്നിരുന്നവർക്ക് ഇപ്പോൾ വളരെ കുറഞ്ഞതായിട്ടാണ്. ധാരാളം പുതിയ യൂട്യൂബേഴ്സിനും ഈ പ്രശ്നം നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് ഈ സ്ട്രഗിൾ ചെയ്യുന്നവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ടും ധാരാളം പേര് രംഗത്തുണ്ട്. കമൻസ് വഴിയും പല രീതിയിലും അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻസൊക്കെ ഇടുക, അതുപോലെ ഡീമോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ആളുകളിൽ നിന്നും നിങ്ങൾ പരമാവധി മാറി നിൽക്കുക. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ, നിങ്ങൾക്ക് ആവശ്യങ്ങൾക്കായിട്ട് മാത്രം ഉപയോഗിക്കുക. അല്ലാതെ ഇതുപോലുള്ള കമൻസൊക്കെ വായിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയം മനസ്സ് വിഷമിച്ചും അവരുടെ ലക്ഷ്യം വന്നിട്ട് വിജയിക്കാനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് മാറി നിന്നിട്ട് ഒന്നും യാതൊരു പ്രയോജനവും ആർക്കും ഉണ്ടാകില്ല. പിന്നെ നിങ്ങൾ നല്ലൊരു സെറ്റപ്പിൽ വരുന്ന കാലഘട്ടത്ത് ഈ പറയുന്നവർ തന്നെ നിങ്ങളോട് വന്ന് സഹായം ചോദിക്കുകയോ നിങ്ങളോട് വന്നിട്ട് കൂട്ടുകൂടുവാനൊക്കെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ സക്സസ് ആകും. നമ്മളിവിടെ കഷ്ടപ്പെട്ട് മുന്നേറാൻ വന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യണം. ഓരോരോ രീതിയിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നു. നിങ്ങളുടെ സാഹചര്യം പ്രതികൂലമായിരിക്കും, അതൊക്കെ അതിജീവിച്ചിട്ട് നിങ്ങൾ അനുകൂലമായിട്ട് മുന്നേറാൻ ശ്രമിക്കുന്നു. വിജയിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഏണിങ്സ് കിട്ടുന്ന കാലം മാത്രം മുന്നിൽ കാണുക. അപ്പോൾ അങ്ങനെ ഒരു സമയം വരുമ്പോൾ ആദ്യം കടമ്പ വന്നിട്ട് ഈ പുതിയ യൂട്യൂബേഴ്സിന് മോണിറ്റൈസ് ആകുക എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു മോണിറ്റൈസ് ആയി കിട്ടുന്ന ഒരു ദിവസം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അതുവരെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അപ്പോൾ മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ഏണിങ്സിനെ കുറിച്ചിട്ട് ആലോചിക്കുക. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ മുന്നേറിയത് യൂട്യൂബിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ഏണിങ്സ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആ ഒരു ചിന്ത മാത്രം മതി നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ഊർജം നിങ്ങൾക്ക് അതിൽ നിന്നും തന്നെ കിട്ടും. അപ്പോൾ എത്ര പുച്ഛിച്ചവരും അന്ന് നിങ്ങളുടെ വിജയത്തിൽ ഒന്നെങ്കിൽ അസൂയപ്പെടുമായിരിക്കാം, ഇല്ലെങ്കിൽ സന്തോഷിക്കുമായിരിക്കും. അപ്പോൾ എങ്ങനെയായാലും ശരി, അതൊക്കെ വരുന്ന ഒരു നാൾ തീർച്ചയായിട്ടും വരും. വ്യൂസ് കുറവാകുമ്പോൾ ഒരിക്കലും വിഷമിക്കരുത്. ഒരു ദിവസം നിങ്ങൾക്കും വരും നല്ല വ്യൂസ് കൂടുന്നത് പോലെ. വ്യൂസ് കുറവാണെങ്കിൽ നിങ്ങൾ ടൈറ്റിലും തമ്പനെയിലും ഒക്കെ മാറ്റുവാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ CTR കുറവാണെങ്കിൽ, ആരോ മാർക്ക് ഡൗൺ ആണെങ്കിൽ നിങ്ങൾ തമ്പനെയിൽ വന്നിട്ട് ടൈറ്റിൽ അതൊക്കെ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് മാറ്റിയിടാം. പിന്നെ കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങളുടെ വീഡിയോസിനെ കുറിച്ചിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. നല്ല റീച്ചൊക്കെ കിട്ടുവാനായിട്ട് നല്ല കീവേഡ്സൊക്കെ കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും വീഡിയോ മൂവ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അത് ഇതുപോലെയൊക്കെ തമ്പനെയിലും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ മാറ്റി കൊടുത്ത് നോക്കുക. അപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുകയാണെന്നുള്ളത് നോക്കിയിരിക്കുന്നതിന് പകരം നമ്മൾ സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് നമ്മൾ മറന്നു പോകും. വ്യൂസ് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് ചടഞ്ഞിരിക്കുന്നതിന് പകരം, മനസ്സിന് വിഷമം കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ എനർജി മൊത്തവും ഈ യൂട്യൂബിലോട്ട് നിങ്ങൾ ചിലവാക്കുവാനായിട്ട് നല്ല സന്തോഷമായിട്ടും ഉത്സാഹമായിട്ടും നല്ല രീതിയിൽ നിങ്ങൾ കണ്ടൻറ്റൊക്കെ അവതരിപ്പിക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ കാണുന്നവർക്ക് അതിൽ നിന്നൊരു സന്തോഷം കിട്ടും, അവർക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. പിന്നെ കൊടുക്കുന്ന കാര്യം നിങ്ങൾ നീട്ടി വലിച്ച് ഒന്നും ചെയ്യാതെ കുറച്ച് സമയം മനസ്സിലാക്കുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. കഴിയുന്നതും ഒരു ഫോട്ടോ എങ്കിലും ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ധാരാളം പേര് ഓണത്തിന് ആശംസകളൊക്കെ അറിയിച്ചിരുന്നു. നിങ്ങളുടെ കൂടെ ഞാനും ഓണം ആഘോഷിക്കാൻ എൻ്റെ അച്ഛനമ്മമാരോടൊപ്പം കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വളരെയധികം തിരക്കുകളുടെ ഇടയിൽ എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം ഓരോരോ വർഷം കൂടുമ്പോഴാണ് ഒരു തവണ എപ്പോഴെങ്കിലും ഒരു ഓണത്തിനോ ഒരു ആവശ്യമായിട്ടുള്ളൊരു സമയത്തോ ഞാൻ കേരളത്തിലോട്ട് വരുന്നത്. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ അവിടെ സാധാരണ കാണാറുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് അവിടെ നിൽക്കുമ്പോഴേക്കും ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ മറന്നു പോകാതെ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ തിരിച്ചു എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് കണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.